യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അനു ജെയ്സൺ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2022 നവംബർ 26 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ വീടിനടുത്തുള്ള ചേച്ചി ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പത്രം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നോക്കിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് അലർജി ഉണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴും 3 വയസ്സ് മുതൽ എപ്പോഴും തണുപ്പും പൊടിയൊന്നും പറ്റത്തില്ല. അപ്പം പനിയും ചുമയും, രാത്രിയിൽ ചുമയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർത്താതെ ചുമയ്ക്കുകയും ഛർദ്ദിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ അവളുടെ അലർജി മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് തന്നെ. അപ്പോൾ അവളുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു മരുന്ന് കിട്ടിയപ്പോൾ അത് കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ അലർജി മാറി എന്നൊരു സാക്ഷ്യം വായിക്കാനിടയായി. അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് തന്നെ. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. അവൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അലർജിയുടെ ഒരു പ്രശ്നവും ഇല്ല. അവൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഏകദേശം 4 വർഷത്തോളം ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് 7 വയസ്സായി. അവൾക്കൊരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് 10 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഡിസ്ക് അകലുന്ന പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കുനിഞ്ഞ് നിന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ 4 കിലോയിൽ കൂടുതൽ വെയിറ്റ് എടുത്ത് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു. പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല. 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഈ നടുവേദന ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുഞ്ഞ് വേണോ എന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ടായിരുന്നു. ഈ നടുവേദനയൊക്കെ വെച്ചിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ അന്ന് ഒക്കെയുള്ള വിഷമങ്ങളായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പ്രഗ്നൻ്റായി. എനിക്ക് ഒട്ടും യാത്രയും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരണം, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഒട്ടും സമ്മതിച്ചില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകാൻ 4 മാസമൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പം യാത്ര ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷേ അവസാനം എൻ്റെ നിർബന്ധം പ്രകാരം ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് നടുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ദൂരം വന്നിട്ടും നടുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ വലത് കാലിന് വലിച്ചിലുണ്ടായിരുന്നു, നേരെ കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അത് മാറിയെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു. പിന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുഴുവനും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. 6-ാം മാസത്തിലും അതുപോലെ 7-ാം മാസത്തിലും ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാകുന്ന പോലെ വേദന വന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ വേദനയില്ല. അവർ ഒരു ഇഞ്ചക്ഷൻ തന്നു വിടും. അങ്ങനെ മോളുടെ ഡെലിവറി സമയത്തും ഇതുപോലെ പെയിൻ ഒന്നും വന്നില്ല. അവർ ട്യൂബ് ഇടുകയും പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യുകയും ചെയ്തു. പെയിൻ വന്നു, പക്ഷേ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ വേദന കൊണ്ട് വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ട്യൂബ് ഇടണമെന്നാണ് തോന്നുന്നത്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത്, എൻ്റെ കയ്യിൽ കൃപാസനം മാതാവിൻ്റെ കാശ് രൂപം കൊന്തയും ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എനിക്ക് ഇനി വേദന സഹിക്കാൻ വയ്യ, നീ ഇടപെടണം, കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരണം എന്ന് പറഞ്ഞ് ആ സമയം തന്നെ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരികയും ആരും പ്രിപ്പയർ അല്ലായിരുന്നു, ഡോക്ടറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോളെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ തന്നെ വെപ്രാളപ്പെട്ടു പോയി. പെട്ടെന്നായിരുന്നു കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വന്നതും ഡെലിവറി നടന്നതും. അതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് 15 വർഷത്തോളമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അതുപോലെ നട്ടെല്ലിന് വേദന ഉണ്ടായിരുന്നു. കുനിഞ്ഞ് ജോലിയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ തലവേദനയില്ല, നട്ടെല്ല് വേദനയൊക്കെ മാറിക്കിട്ടി. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന് ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടു. 5 മാസത്തോളം അദ്ദേഹം ഒരു ജോലിക്കും പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് അദ്ദേഹവും വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിവിടെ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നു.
അങ്ങനെ പുതുക്കാൻ വന്ന സമയത്ത് ഒരു ഡിസംബർ 2-ാം തീയതിയാണ് വന്നത്. അപ്പം എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ അവസരം കിട്ടി. അപ്പോൾ ഞാൻ അച്ഛനെ കാണുമ്പോൾ പ്രാർത്ഥിച്ചത് മുഴുവനും ഹസ്ബൻഡിനൊരു ജോലി കിട്ടണം എന്നായിരുന്നു. എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നേ ആഗ്രഹിച്ചുള്ളൂ. എന്തെങ്കിലും കടയിലാണെങ്കിലും ഒന്ന് നിൽക്കാൻ പറ്റണേ മാതാവേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണ്, അതിന് മുന്നേ എനിക്ക് നീ ഹസ്ബൻഡിനൊരു ജോലി നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 7-ാം തീയതി തന്നെ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കോടതിയിൽ ഒരു പ്രൈവറ്റ് ക്ലർക്കിൻ്റെ ജോലി ഒഴിവുണ്ട് എന്ന് അറിയുകയും അങ്ങനെ ആ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് 2 വർഷത്തോളമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 3-ാമത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ മാർച്ച് 8-ന് വന്നപ്പോഴത്തേക്കും അവളുടെ കാര്യം നിയോഗത്തിൽ വെച്ചു. അപ്പോൾ മാതാവ് നൽകുന്ന കുഞ്ഞാണെങ്കിൽ അത് 7-ാം തീയതി പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ മെയ് 7-ാം തീയതി ഡോക്ടർ നിർദ്ദേശിച്ചു, ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ മെയ് 7-ാം തീയതി അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ എനിക്കുണ്ടായ ദൈവിക അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ 4 തവണ ഈ കൃപാസനവും ആൾത്താരെയും ജോസഫ് അച്ഛനെയും സ്വപ്നത്തിൽ കണ്ടു. ഞാൻ സാക്ഷ്യം പറയുന്നതായിട്ടും ജോസഫ് അച്ഛനപ്പോൾ ആൾത്താരെ നിൽക്കുന്നതായിട്ടും കണ്ടു. പിന്നീട് ജോസഫ് അച്ഛൻ എനിക്ക് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ ഒരു വാതിൽ തുറക്കുന്നില്ലല്ലേ, അത് തുറന്നിട്ടുണ്ട്, അതിനെ ഒരിക്കലും അടയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ കയ്യിലോട്ട് എന്തോ ഒരു പച്ച സാധനം വെച്ച് തന്നു. പിന്നീട് ജോസഫ് അച്ഛൻ വീണ്ടും എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എന്നെ കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നെ ഈ 2024 ജനുവരി 1-ന് രാവിലെയും ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുകയും അച്ഛൻ എന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞ വഴി, ഒരിക്കലും അടയത്തില്ലെന്ന് പറഞ്ഞ വഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ 2-ാമത്തെ കുഞ്ഞിന് 6 മാസമായപ്പോഴത്തേക്കും ന്യൂമോണിയ വന്നിരുന്നു. അപ്പോൾ അത് വരുന്നതിന് മുന്നേ ഞാൻ അവളെ ഉറക്കിക്കൊണ്ട് കിടന്നപ്പോൾ ഞാനും ഉറങ്ങിപ്പോയി. പക്ഷെ ഉറങ്ങിയെന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പോഴത്തേക്ക് ഞാൻ വലിയൊരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തിൽ പുറപ്പാട് എന്ന് എഴുതി കാണിച്ചു. അതിനുശേഷം ഒരു സ്ത്രീ ശബ്ദം എൻ്റെ വലത് ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്ന പോലെ വന്നു. ആ ശബ്ദം എങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയില്ല, അത്രയും മാധുര്യമുള്ളതായിരുന്നു. പക്ഷേ ഒരു ഭയങ്കര ശക്തിയുള്ളതായിരുന്നു ആ ശബ്ദം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെ മനുഷ്യരെ ആശ്രയിക്കുന്നു, സഹനങ്ങൾ കൂടും, പിന്നെ 11 വയസ്സ് വരെ നല്ല ഓർമ്മയും ശക്തിയുമായിരിക്കും, അതിനുശേഷം ജയിലിൽ പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പേടിച്ചു പോയി. അപ്പോൾ എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം എൻ്റെ ഇളയ കുഞ്ഞിനെ മരിച്ചു പോകുന്നതായിട്ടും അവൾ പിന്നെ തിരിച്ചെണീറ്റ് വരുന്നതായിട്ടും ചിരിച്ചുകൊണ്ട് എണീറ്റ് വരുന്നതായിട്ടുമാണ് കണ്ടത്. അപ്പോൾ അതും എനിക്ക് മനസ്സിലായൊന്നുമില്ല എന്താ സംഭവം എന്ന്. അന്ന് 11 മണി വരെ അവൾക്ക് നല്ല കളിയും ചിരിയായിട്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് പനി വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും പനി കൂടി ന്യൂമോണിയ ആയി മാറി. വളരെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്നു പോയി, ശ്വാസം മുട്ടലായി, ലങ്സിനെ ബാധിച്ചു. അതൊക്കെ വിശ്വസിക്കാനേ പറ്റുന്നില്ല എങ്ങനെ പറയണമെന്ന്. അപ്പം മാതാവ് ഉദ്ദേശിച്ച 11 വയസ്സ് എന്നുള്ളത് സമയമായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി, 11 മണി. പിന്നെ ജയിലിൽ പോകുമെന്ന് പറഞ്ഞത് ഹോസ്പിറ്റലായിരുന്നെന്ന് മനസ്സിലായി. 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അവളുടെ ഓക്സിജൻ ലെവൽ, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടി മെച്ചപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആംബുലൻസിൽ പോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം എങ്ങനെ പോകും എന്നൊക്കെയുള്ള സങ്കടത്തിലായിരുന്നു. ഓക്സിജൻ ലെവൽ കൂടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ മോളുടെ ദേഹത്തെല്ലാം ഉപ്പ് വിതറുകയും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ആ റൂമിലെല്ലാം ഉപ്പ് വിതറി. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവളുടെ പനിയെല്ലാം വിട്ടുമാറുകയും ഓക്സിജൻ ലെവൽ നോർമൽ ആവുകയും ചെയ്തു. അങ്ങനെ വലിയൊരു രോഗസൗഖ്യം മാതാവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ ആ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ തന്നെ അവൾ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പം
ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിൻ്റെ തിരുരക്തത്താൽ കഴുകി എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞു. ആ മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ഒരു പച്ച മുത്ത് താഴോട്ട് വീണു. എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല. മാതാവിൻ്റെ അത്ഭുതമാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അപ്പം ഞാൻ ആ മുത്തെടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെട്ടു. എങ്ങനെയാണ് അത്, മുകളിലൊന്നും വീഴാനൊന്നും ഇല്ല. പിന്നെ എങ്ങനെ ആ മുത്ത് എൻ്റെ മുന്നിലോട്ട് വീണു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ പച്ച എനിക്ക് പ്രത്യാശ നൽകുന്നതായിരുന്നു. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എനിക്കെല്ലാത്തിനും ഭയങ്കര ഒരു ധൈര്യമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പോൾ ഉടമ്പടി മാതാവ് എൻ്റെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങളെയെല്ലാം അല്ലെങ്കിൽ ദുരിതങ്ങളെയെല്ലാം ദൈവസ്നേഹത്തോടെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുത്തെ പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ കൊണ്ടേ കൊടുക്കും, ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊണ്ടേ കൊടുക്കുമായിരുന്നു, വീടുകളിൽ കൊണ്ടേ കൊടുക്കുമായിരുന്നു. ജോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി.